Hi friends, welcome to my YouTube channel hmedia. ഈ വീഡിയോയിലൂടെ vray 7 ബീറ്റ വേർഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. റെൻഡറിംഗ് വർക്ക്ഫ്ലോ എൻഹാൻസ് ചെയ്യുന്നതിനാവശ്യമായ ഒരുപാട് ന്യൂ ഫീച്ചേഴ്സുമായാണ് vray 7 ബീറ്റ വേർഷൻ ഇവിടെ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വെർഷൻ ഫ്രീ ആയി ആക്സസ് ചെയ്ത് 3D Maxലേക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നും Gaussian സ്പ്ലാറ്റിംഗ്, പോളിഗൺ റീജിയൻ റെൻഡറിംഗ് തുടങ്ങിയ ഫീച്ചേഴ്സ് എങ്ങനെ യൂസ് ചെയ്യാമെന്നും ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. ആദ്യമായി vray 7ലെ Gaussian സ്പ്ലാറ്റിംഗ് എന്ന ഫീച്ചറാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ട്രഡീഷണൽ മെഷ് ബേസ്ഡ് റെൻഡറിംഗിന് പകരം യൂസ് ചെയ്യാവുന്ന ഒരു ന്യൂ ഫീച്ചറാണിത്. ഗോഷ്യൻ സ്പ്ലാറ്റിംഗ് യൂസ് ചെയ്യുന്നതിലൂടെ 3D ഒബ്ജക്റ്റുകളെ എൻവയോൺമെന്റുമായി ഇന്റഗ്രേറ്റ് ചെയ്ത് റെൻഡർ ചെയ്യാൻ സാധിക്കുന്നതാണ്. സ്പ്ലാറ്റ് ഫയൽസിനെ 3D സീനിലേക്ക് കൊണ്ടുവരുന്നതിനായി ക്രിയേറ്റിൽ സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇനി ഇതിൽ നിന്നും vray എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ vray ഗോസിയൻസ് എന്ന ഈ ഒരു ടൂൾ കാണാവുന്നതാണ്. നമുക്കിത് ക്ലിക്ക് ചെയ്ത് ആക്സസ് ചെയ്യാം. ഇനി വ്യൂ പോർട്ടിൽ ലെഫ്റ്റ് ബട്ടൺ യൂസ് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാം. നമ്മളിവിടെ ഒരു vray ഗോസിയൻസ് ജിയോമെട്രി ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ജിയോമെട്രി സെലക്ട് ചെയ്ത് ഗോസിയൻ ജിയോമെട്രി പാരാമീറ്റർ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇവിടെ ഫയൽസ് എന്ന ഈ ഒരു സെക്ഷൻ കാണാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതോ ഡൗൺലോഡ് ചെയ്യുന്നതോ ആയ സ്പ്ലാറ്റ് പ്ലൈ ഫയൽസിനെ നമ്മുടെ 3D Maxന്റെ വ്യൂ പോർട്ടിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. ഗോസിയൻ ജിയോമെട്രിയിലേക്ക് യൂസ് ചെയ്യുന്നതിനായി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡോട്ട് പ്ലൈ ഫോർമാറ്റിലുള്ള 3D ഒബ്ജക്റ്റുകളാണ് ഇവിടെ കാണുന്നത്. സ്പ്ലാറ്റ് പ്ലൈ ഫയൽസ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള വീഡിയോസ് വരും വീഡിയോസുകളിൽ ആഡ് ചെയ്യുന്നതാണ്. നമ്മൾ സെലക്ട് ചെയ്ത ഫയൽ ഇവിടെ ഓപ്പൺ ആയിരിക്കുകയാണ്. ഇനി വ്യൂ പോർട്ടിൽ ഇതിനെ കാണുന്നതിനായി ഗോസിയൻ ജിയോമെട്രി പാരാമീറ്ററിലെ ഈ ഒരു സ്കെയിൽ ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. നമ്മൾ സെലക്ട് ചെയ്ത ഈ ഒരു ഫയൽ റൊട്ടേറ്റ് ആയാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു ആക്സിസിനെ കറക്റ്റ് ചെയ്യുന്നതിനായി ഫ്ലിപ്പ് ആക്സിസ് എന്ന ഈ ഒരു ടിക്ക് ഇവിടെ നിന്നും ഓൺ ചെയ്യാവുന്നതാണ്. ഈ ഒരു ഗോസിയൻ സ്പ്ലാറ്റ് ഫയൽ വ്യൂ പോർട്ടിൽ ഡോട്ട്സ് ആയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. വ്യൂ പോർട്ട് പ്രിമിറ്റീവ്സ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ഇവിടെ വാല്യൂസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഈ ഡോട്ട്സുകൾ ജോയിന്റ് ആയി സ്മൂത്ത് ആയ ഒരു പ്രിവ്യൂ നമുക്ക് ഇവിടെ നിന്നും കാണുവാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ഗോസിയൻ സ്പ്ലാറ്റ് യൂസ് ചെയ്യുന്നതിലൂടെ 3D ഒബ്ജക്ട്സും എൻവയോൺമെന്റും തമ്മിൽ ഒരു സോഫ്റ്റ് ആൻഡ് നാച്ചുറൽ ബ്ലെൻഡിംഗ് ലഭിക്കുന്നതാണ്. കോംപ്ലക്സ് സീനുകൾ വളരെ ഫാസ്റ്റായും ക്വിക്കായും ഇതിലൂടെ റെൻഡർ ചെയ്യാവുന്നതാണ്. ഇനി നമ്മളിവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഈ ഒരു സ്പ്ലാറ്റ് ഫയലിന്റെ പ്രിവ്യൂ കാണുന്നതിനായി ഫ്രെയിം ബഫർ ഓപ്പൺ ചെയ്ത് ഇന്ററാക്റ്റീവ് റെൻഡറിംഗ് ഓൺ ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഒരു ഇന്ററാക്റ്റീവ് റെൻഡറിംഗ് ഓപ്പൺ ചെയ്തപ്പോൾ ഇതുപോലെ വളരെ ക്വിക്കായി റെൻഡറിംഗ് ഇവിടെ സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. വ്യൂ പോർട്ട് പ്രിമിറ്റീവ്സ് എന്ന ഈ ഒരു ഓപ്ഷനിൽ വാല്യൂസ് റെഡ്യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലൂടെ ഫാസ്റ്റായി വ്യൂ പോർട്ട്സിനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. ലാർജ് ആൻഡ് കോംപ്ലക്സ് സീനുകളെ സ്പ്ലാറ്റ് പ്ലൈ ഫയൽസ് ആയി ക്രിയേറ്റ് ചെയ്ത് 3D ഒബ്ജക്റ്റുകളുമായി ബ്ലെൻഡ് ചെയ്തുകൊണ്ട് റെൻഡർ ചെയ്യാവുന്നതാണ്. അടുത്തതായി ഫ്രെയിം ബഫറിൽ വന്നിരിക്കുന്ന പോളിഗൺ റീജിയൻ റെൻഡറിംഗ് എന്ന ഓപ്ഷനാണ്. ഈ ഒരു പോളിഗൺ റീജിയൻ റെൻഡർ യൂസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഏരിയാസ് ക്ലിക്ക് ചെയ്ത് ഇതുപോലെ പോളിഗൺ ആയി സെലക്ട് ചെയ്തുകൊണ്ട് റെൻഡർ ചെയ്യാവുന്നതാണ്. കൂടാതെ കൂടുതൽ ഏരിയാസ് ഇതുപോലെ പോളിഗൺസ് ആയി സെലക്ട് ചെയ്തുകൊണ്ട് ആ ഏരിയ മാത്രം റെൻഡർ ചെയ്യാവുന്നതാണ്. ഈ അപ്ഡേറ്റിലൂടെ റീജിയൻ റെൻഡർ വളരെ ഫ്ലെക്സിബിൾ ആയി യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഒരുപാട് പുതിയ ഫീച്ചറുകളുമായാണ് ബീറ്റ വേർഷൻ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി vray 7 ബീറ്റ വേർഷൻ എങ്ങനെ ഫ്രീ ആയി ആക്സസ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് ചെക്ക് ചെയ്യാം. vray 7 ബീറ്റ വേർഷന്റെ ഈ ഒരു ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും hmedia വാട്സ്ആപ്പ് ചാനലിൽ നിന്നും ആക്സസ് ചെയ്യാവുന്നതാണ്. vray 7 ബീറ്റ വേർഷന്റെ ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തതിനു ശേഷം ഇത് ഫ്രീ ആയി ആക്സസ് ചെയ്യുന്നതിനായി ജോയിൻ നൗ എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ജോയിൻ നൗ എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തപ്പോൾ സൈൻ ഇൻ എന്ന ഈ ഒരു ഓപ്ഷനിലേക്ക് റീഡയറക്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ന്യൂ യൂസർ ആണെങ്കിൽ ഒരു ഇമെയിൽ ID യൂസ് ചെയ്ത് ഒരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്യാവുന്നതാണ്. കൂടാതെ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന ഈ ഒരു ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ്. chaos.com എന്ന ഈ ഒരു വെബ്സൈറ്റിൽ ഓൾറെഡി ഒരു അക്കൗണ്ട് ക്രിയേറ്റഡ് ആണെങ്കിൽ സൈൻ ഇൻ എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് യൂസ് ചെയ്ത് സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. സൈൻ ഇൻ ചെയ്തതിനു ശേഷം ഈ ഒരു പേജിലേക്ക് റീഡയറക്ട് ചെയ്യുന്നതാണ്. ഇവിടെ ലേറ്റസ്റ്റ് ബിൽഡ്, ബ്ലെൻഡർ ഫോർ vray, സ്റ്റാബിൾ തുടങ്ങിയ ധാരാളം ഓപ്ഷൻസ് ഇവിടെ കാണാവുന്നതാണ്. vray 7 ബീറ്റ വേർഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിനായി
vray 7 for 3ds max beta എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇനി vray max 7 beta എന്ന ഈ ഒരു ഓപ്ഷനിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഫോൾഡർ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇവിടെ 3ds max 2020 മുതൽ 25 വരെയുള്ള വെർഷൻസിലേക്ക് ആവശ്യമായ vray 7 ബീറ്റ വെർഷൻസ് ഇവിടെ കാണാവുന്നതാണ്. നമ്മുടെ 3ds max വെർഷൻസിനനുസരിച്ച് ഇവിടെ നിന്നും ഇൻസ്റ്റാളർ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഈ ഒരു വെർഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി റൈറ്റ് ക്ലിക്ക് ചെയ്ത് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്ത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇവിടെ ഐ അക്സെപ്റ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ കാണാവുന്നതാണ്. ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്ത് റീഡ് ചെയ്തതിന് ശേഷം യൂസർ ലൈസൻസ് അഗ്രിമെന്റ്, ഗ്ലോബൽ കൺസ്യൂമർ പ്രൈവസി പോളിസി തുടങ്ങിയ ഓപ്ഷൻസിൽ അഗ്രി ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഡോണ്ട് ഷെയർ എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമ്മുടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി vray 7 ബീറ്റ വെർഷൻസ് 3ds maxന്റെ റെൻഡർ സെറ്റപ്പ് ഓപ്പൺ ചെയ്ത് റെൻഡർ എന്ന ഓപ്ഷനിൽ vray 7 ബീറ്റ എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് vray 7 ബീറ്റ വെർഷനിലെ ന്യൂ ഫീച്ചേഴ്സ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.